പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഏറ്റവും പുതിയ വാർത്ത ഈ രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2 വകുപ്പുകൾ, അതായത് BNS 85 ഭർതൃപീഡനത്തിന്, അതായത് ഗാർഹിക പീഡനത്തിനും, ഒപ്പം തന്നെ BNS 110 നരഹത്യാശ്രമത്തിനും, ഈ 2 വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ യുവതിയുടെ പരാതിയിൽ ഈ രാഹുൽ P. ഗോപാലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾ ഇന്നലെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്നൊരു സംഭവത്തിൽ ഇയാളെ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഉച്ച കഴിഞ്ഞ് വൈകിട്ടോടുകൂടി രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. TK ചോദിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് സന്ധ്യയോടടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ യുവതിയെ അതിക്രൂരമായി രാഹുൽ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു പരാതി. തുടർന്ന് യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ആദ്യഘട്ടത്തിൽ പോലീസിനോട് പരാതിയില്ല എന്നുള്ളതായിരുന്നു യുവതി പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് യുവതി അറിയിച്ചതനുസരിച്ച് യുവതിയുടെ ബന്ധുക്കൾ എറണാകുളത്ത് നിന്ന് എത്തുകയും തുടർന്ന് ഈ ബന്ധുക്കളുടെ ഒപ്പം പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തി ഇന്ന് രാവിലെ യുവതി പരാതി നൽകി. ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ആദ്യം മർദ്ദിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്, സ്ഥിരമായി മർദ്ദിക്കാറുണ്ട്, ഇന്നലെ ഉണ്ടായ മർദ്ദനത്തിൽ ക്രൂരമായി പരിക്കേറ്റു. ഈ പരാതികളായിരുന്നു പോലീസിൽ യുവതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, ഭർതൃപീഡനത്തിനും ഒപ്പം നരഹത്യാശ്രമത്തിനും.